മന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുള മണ്ഡലത്തിൽ LDF-ൽ വൻ കലഹം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ഓമല്ലൂർ ശങ്കറിനെ മാറ്റിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ അതിർത്തിയാണ് നടപടിക്ക് കാരണമായത്. ഏരിയ സെക്രട്ടറി MV സഞ്ജീവിനാണ് പകരം ചുമതല. ഒപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് ഓമല്ലൂർ ശങ്കരൻ. 2016-ൽ ഓമല്ലൂർ ശങ്കറിന്റെ പേര് ഉയർന്നു വന്നതിനിടയിലാണ് വീണ ജോർജ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേർന്നുണ്ട്. ഗോകുൽ, എന്തായാലും വലിയൊരു ഭിന്നതയിലേക്ക് തന്നെയല്ലേ വഴിമാറുന്നത്? വിഷ്ണു, തീർച്ചയായിട്ടും. അതായത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ, പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴാണ് പ്രചാരണത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഓമല്ലൂർ ശങ്കരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ഓമല്ലൂർ ശങ്കരനെ വെട്ടിയിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ഈ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഈ അവസാന ഘട്ടത്തിലൊരു നടപടി എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് ഉത്തരമായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഓമല്ലൂർ ശങ്കരനെതിരായിട്ട് വീണ ജോർജിന് പരസ്യമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വീണ ജോർജ് കൂടി നിർദ്ദേശത്തെ തുടർന്നാണ് ഓമല്ലൂർ ശങ്കരനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പത്തനംതിട്ട ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള MV സഞ്ജുവിനാണ് പകരം ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ചുമതല നൽകിയിരിക്കുന്നത്. ഓമല്ലൂർ ശങ്കരനെ ഇത്രയും ദിവസം മാറ്റാതെ ഈ അവസാന ഘട്ടത്തിൽ മാറ്റിയത് പരസ്യമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വീണ ജോർജിന് നേരത്തെ മുതൽ തന്നെ ഓമല്ലൂർ ശങ്കരനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2016-ൽ ഓമല്ലൂർ ശങ്കരനെയാണ് ആദ്യഘട്ടത്തിൽ ആറന്മുളയിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. തുടർന്ന് പെട്ടെന്നാണ് ശങ്കരനെ വെട്ടിക്കൊണ്ട് വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടായത്. അന്ന് മുതൽ ഓമല്ലൂർ ശങ്കരനും വീണ ജോർജും തമ്മിൽ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതകൾ നിലനിന്നിരുന്നു. അന്ന് 2016-ൽ ഓമല്ലൂർ ശങ്കരന്റെ അനുയായികൾ വീണയ്ക്കെതിരെ പന്തം കൊളുത്തി പ്രകടനം വരെ ആറന്മുളയിൽ നടത്തിയിരുന്നതാണ്. അങ്ങനെ പരസ്യമായിട്ട് പോലും അല്ലെങ്കിൽ ആ ഭിന്നത പ്രകടമാകുന്ന രീതിയിൽ നടപടികളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്, കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഓമല്ലൂർ ശങ്കരനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഓമല്ലൂർ ശങ്കരൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളില്ല, തനിക്ക് മറ്റു ചുമതലകൾ കൂടി ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ ചുമതലയിലേക്ക് സഞ്ജീവിനെ താൻ തന്നെ നിർദ്ദേശിച്ചതാണ് എന്നുള്ളൊരു വിശദീകരണം, ന്യായീകരണം മാത്രമാണ് ഓമല്ലൂർ ശങ്കരൻ നൽകിയിരിക്കുന്നത്. പക്ഷേ അതല്ല വസ്തുത എന്നുള്ള കാര്യവും, വീണ ജോർജിന്റെ ഭിന്നതയാണ്, അഭിപ്രായ വ്യത്യാസമാണ്, അതൃപ്തിയാണ് കാരണമെന്നുള്ള കാര്യം വ്യക്തമാണ്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ ആ വിവരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ആറന്മുളയിൽ വീണ ജോർജിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ അതൃപ്തി പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. പാർട്ടി നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വാർത്തയായതാണ്. പാർട്ടിയുടെ ജില്ലാ യോഗങ്ങളിലടക്കം വീണ ജോർജിനെതിരായിട്ട് പരസ്യമായിട്ട് നേതാക്കൾ പ്രസ്താവനകൾ നടത്തിയിരുന്നു. പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും പോലും സമീപിക്കാൻ പറ്റാത്ത നേതാവായി വീണ ജോർജ് മാറി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആറന്മുള മണ്ഡലത്തിൽ പരാജയ ഭീതി ഈ ഘട്ടത്തിൽ മുന്നിൽ കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ തിടുക്കപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വാർത്തയാകുന്നത് പാർട്ടിക്ക് കടുത്ത തിരിച്ചടിയായിട്ട് ആറന്മുളയിൽ മാറുകയും ചെയ്യും. എതിർ സ്ഥാനാർത്ഥികൾ, കുമ്മനം രാജശേഖരൻ അടക്കമുള്ള എതിർ സ്ഥാനാർത്ഥികൾ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ വലിയ പരാജയ ഭീതി ഇപ്പോൾ തന്നെ LDF-നെ പിടികൂടിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള സംഭവവികാസങ്ങൾ. പാർട്ടി ആകെ അങ്കലാപ്പിലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ രീതിയിലുള്ള നടപടികൾ എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിഷ്ണു.